ഖബറിൽ കിടക്കേണ്ടവനാണ്, മണ്ണിൽ പോയി കിടക്കേണ്ട ശരീരമാണ്. നിന്റെ ശരീരത്തെ നീ എണ്ണുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പോൾ ഞാൻ കിടക്കുന്നത് മെത്തയിലാണെങ്കിലും എനിക്ക് മെത്തക്ക് പകരം വരാനിരിക്കുന്നത് മണ്ണറയാണ്. ആ മണ്ണറയിൽ സുഖജീവിതം വേണമല്ലോ അല്ലാഹ്. ദുനിയാവിൽ ഏതൊരു സുഖം നിന്റെ മുന്നിലേക്ക് വരുമ്പോഴും നിന്റെ ശരീരത്തോട് നീ ബോധ്യം കൊടുക്കേണ്ടത് ഒരുങ്ങാനാണ് ഈ പ്രവചനങ്ങളൊക്കെ മുന്നിൽ വെച്ച് തരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ കണ്ണിറയെ ഒരുപാട് പ്രവചനങ്ങൾ കണ്ടു കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും ഒരൊറ്റ കാര്യം ഇല്ലാതെ ഈ ദുനിയാവിൽ സംഭവിക്കുമോ? സംഭവിക്കും. ഇത് സംഭവിച്ചിട്ടല്ലാതെ ഖിയാമത്ത് നാൾ നടക്കില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് നടന്നേ ഉണ്ടാകൂ. അത് സംഭവിച്ചേ ഉണ്ടാകൂ. നമ്മുടെ കൺമുന്നിൽ നേർക്ക് നേരെ പച്ചയായി യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വാക്കുകളും കൂടുതൽ കൂടുതൽ മനസ്സിന്റെ ആഴിയിൽ തറപ്പിക്കാനും ഉറപ്പിക്കാനും വിശ്വാസരംഗത്ത് കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് നീങ്ങാനും അത് ഒരു വഴി, ഒരു മാർഗമാകണം. ഇന്നലെ കാണാത്ത ഒന്ന് ഇന്ന് കാണുന്നു, ഇന്നലെ അനുഭവിക്കാത്ത ഒന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രവചനങ്ങൾ എത്രയാണ് പുലരുന്നത് നോക്ക് നിങ്ങൾ. ഈ കാലഘട്ടത്തിൽ നേർക്കുനേരെ നമ്മുടെ മുന്നിൽ പച്ചയായി പച്ച യാഥാർത്ഥ്യം പോലെ നമ്മൾ കാണുന്നത് ഒരു വിശാലമായ ഹദീസിൽ 15 ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. ഇദാ ഫഅലതു ഉമ്മത്തി 15 ഖിസാൽ, എന്റെ സമുദായം 15 കാര്യങ്ങൾ അനുവർത്തിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഹല്ല ബിഹൽ ബലാ, എന്റെ ഉമ്മത്തിന് കടുത്ത പരീക്ഷണം സംജാതമാകും. വലിയ വലിയ പരീക്ഷണങ്ങൾ വരും. 15 ലക്ഷണങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് തങ്ങൾ ആദ്യമായി എണ്ണി പറഞ്ഞു ഇദത്തുഖിദൽ ഫൈഉദിവലാ, ഇദത്തുഖിദൽ ഫൈഉദിവലാ, പൊതുസ്വത്ത് സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യപ്പെടുന്ന സന്ദർഭം വന്നാൽ, പൊതുസ്വത്താണ്, അതൊരു വ്യക്തിയുടെ സ്വത്തല്ല, പൊതുസ്വത്താണ്. പൊതുസ്വത്ത് പൊതുവായ മാർഗങ്ങൾക്കേ വിനിയോഗിക്കാവൂ, സ്വന്തം മാർഗങ്ങൾക്ക് ഉപയോഗിക്കരുത്. ദിനേന വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്ത എത്രയാണ്? 1 മാസം ആയിട്ടില്ല സഹോദരങ്ങളെ, പൊതുവായിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട പെൻഷൻ പണം, അതിന്റെ ഒരു ചെറിയ വിഷയം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. എത്ര കോടിയാണ് അപഹരിച്ചത്? പൊതുമേഖലയിലേക്ക് കൊടുക്കാനുള്ളതാണത്. എത്ര കോടിയാ സഹോദരങ്ങളെ വെട്ടിമാറ്റിയത്? ഇദത്തുഖിദൽ ഫൈഉദിവലാ, പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത്, അഗതികൾക്ക് കൊടുക്കാനുള്ളത്, ആ മാർഗത്തിലേക്ക് നീക്കിവെച്ചത് സ്വന്തം കിട്ടാനുള്ള സ്വത്ത് പോലെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം വന്നാൽ, അഥവാ വലിയ വലിയ സ്ഥാനമാനത്തിരിക്കുന്നവരും വലിയ വലിയ പ്രമുഖന്മാരും സാധുക്കൾക്കുള്ള വിഹിതങ്ങൾ സ്വന്തം സ്വത്തുപോലെ കീശയിലാക്കിയിട്ട് കൈമാറ്റം ചെയ്ത് ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭം വന്നാൽ, ഇനി അത് വരാനുണ്ട് എന്ന് വേറെ പറയേണ്ട വന്നു. പരസ്യമായി പലതും കണ്ടു കഴിഞ്ഞു. വാർത്താ മീഡിയകളിൽ ഇത്ര ആളുകൾ ഇത്രത്തോളം അപഹരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് വന്നു. ഒരു മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും ഉണ്ട്. ഒരു മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും അങ്ങനെയുണ്ട്. പൊതുവായിട്ടുള്ളതല്ലേ സഹോദരങ്ങളെ? വഖഫ് സ്വത്ത് പൊതുവല്ലേ? വഖഫ് സ്വത്ത് പൊതുവല്ലേ? എത്ര സ്ഥലങ്ങളിൽ അന്യാധീനപ്പെട്ടുപോയി. പൊതുവായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട മാർഗങ്ങളിലേക്ക് വെച്ചത് സ്വന്തമായിട്ട് പലരുടെയും പേരിൽ അത് രജിസ്റ്റർ ചെയ്ത് സ്വന്തം നിലക്ക് ജീവിത വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നഊദുബില്ലാഹ്. ഇദത്തുഖിദൽ ഫൈഉദിവലാ, പൊതുവായിട്ടുള്ള ഒന്ന് സ്വന്തത്തിലേക്ക് ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തിരുന്ന
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാര് ഭരണം ഒരു സന്ദർഭം ബോധ്യപ്പെട്ടപ്പോ എത്ര കർശനമായിട്ടാണ് അത് വിലക്കിയത് എന്നറിയുമോ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അഞ്ചാം ഖലീഫ തന്റെ മകന് മദീനയുടെ ഒരു ചെറിയ ഭരണം ഏൽപ്പിച്ചപ്പോ, ഇസ്ലാമിക ലോകത്തിന്റെ മുഴുവൻ ഭരണവും അല്ല, മദീനയിലെ ഒരു പഞ്ചായത്ത് ഭരണം എന്ന് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഭരണം സ്വന്തം മകനെ ഏൽപ്പിച്ചപ്പോ ആ മകൻ ഒരു മോതിരം വാങ്ങി 1000 ദിർഹമിന്. കസേരയിൽ ഇരുന്നിട്ടേ ഉള്ളൂ, കസേര കിട്ടിയപ്പോഴേക്കും 1000 ദിർഹമിന് ഒരു മോതിരം. ഉപ്പാക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിവരം കിട്ടിയപ്പോ ഉപ്പ ഒരു കത്തെഴുതി, മോനെ നീ ഇരിക്കുന്ന കസേര ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അത് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നിലേക്ക് വെച്ചു തന്ന കസേരയാണ്. സ്വന്തം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിറവേറ്റപ്പെടാൻ വേണ്ടിയല്ല. നീ 1000 ദിർഹമിന് ഒരു മോതിരം വാങ്ങി എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മോതിരം വിൽക്കണം. 1000 ദിർഹമിന് 1000 പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. പകരം എന്റെ മോനൊരു ഇരുമ്പിന്റെ മോതിരം വാങ്ങി ധരിക്കണം. ആ മോതിരത്തിന്റെ കല്ലിന്റെ ഭാഗത്തൊരു എഴുതി വെക്കണം, റഹിമല്ലാഹു റഅൻ അറഫ ഖദ്റ നഫ്സിഹി എന്നൊരു എഴുത്ത് അതിന്റെ ഭാഗത്ത് എഴുതിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കണം. സ്വന്തം നിലവാരം തിരിച്ചറിയുന്നവന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു അമൂല്യമായൊരു വചനം, ഒരു തത്വോപദേശം നീ എഴുതി വെക്കണം. അത് മോതിരത്തിന്റെ കല്ലിൽ കുറിച്ചു വെക്കണം. ഇപ്പോൾ നീ ധരിച്ചിരിക്കുന്ന വെള്ളിയുടെ വിലയാർന്ന മോതിരമില്ലേ, അത് നീ അഴിച്ചു വിറ്റ് 1000 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. പൊതുഖജനാവിൽ നിന്ന് അങ്ങനെ എടുത്ത് നീ മോതിരം ധരിക്കരുത്. ഒരു സുന്നത്തല്ലേ എന്നുള്ളവർക്ക് എന്റെ മോനല്ലേ ഒരു സുന്നത്തല്ലേ? പൊതുഭാഗാണ്. പൊതുഭാഗം വെച്ചിരിക്കുന്നതിന് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതതുപോലെ ഉപയോഗിക്കാവൂ. സ്വന്തം കാര്യങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ആ പൊതുസ്വത്ത് കരുപ്പിടിപ്പിക്കേണ്ടത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടിയപ്പോഴേക്ക് അത് വായിച്ച് ഉപ്പയുടെ താക്കീതുകളൊക്കെ കണ്ടപ്പോ മകൻ പേടിച്ചു, മോതിരം അഴിച്ചു വിറ്റു. ഉപ്പ പറഞ്ഞതുപോലെ 1000 മിസ്കീന്മാർക്ക് ദാനം ചെയ്തു, ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പകരം വാങ്ങാൻ വേണ്ടി പറഞ്ഞത് ഒരു ഇരുമ്പിന്റെ മോതിരമാണ്. നിങ്ങൾ നോക്ക്, കുറഞ്ഞ കാശ് കൊണ്ട് ഒരു വെള്ളി മോതിരം വാങ്ങിക്കുമെന്ന് പറയില്ല, മോൻ അത് ധരിച്ചാ മതി. ഏതാണ് ഈ മോന്? ഭരണക്കസേരയിൽ ഇരിക്കുന്ന മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറഞ്ഞ അടയാളം, ഇനിയും അത് വെളിവാകാനുണ്ട് എന്ന് കാത്തിരിക്കണം. വേണ്ട. രണ്ടാമതായി തങ്ങൾ പറഞ്ഞു വൽ അമാനത്തു മഗ്നമാ, സൂക്ഷിപ്പ് സ്വത്ത്. സൂക്ഷിപ്പ് സ്വത്ത് ഗനീമത്ത് സ്വത്ത് പോലെ ഉപയോഗിക്കുന്ന സന്ദർഭം വന്നാൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടി കൊടുത്തത് സ്വന്തത്തിന് ലാഭം കിട്ടിയ ഗനീമത്ത് സ്വത്ത് പോലെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ കയ്യിൽ ഒരാൾ സൂക്ഷിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു സ്വർണം ഏൽപ്പിച്ചാൽ അയാൾ എത്ര കാലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നുവോ അതുപോലെ ഞാനത് സൂക്ഷിക്കണം. എന്റെ ഒരു സ്വത്ത് പോലെ ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹം ചോദിക്കുമ്പോ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ പകരം വാങ്ങിത്തരാം എന്ന് പറയുന്നത് ശരിയല്ല. വിശ്വസ്തത അത്രത്തോളം നഷ്ടപ്പെട്ടു പോകും. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതല്ലേ, അതങ്ങനെ തന്നെ സൂക്ഷിക്കണം. വൽ അമാനത്തു മഗ്നമാ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവരും വിളിച്ചിരുന്ന സ്ഥാനപ്പേര് തന്നെ അൽ അമീൻ എന്നല്ലേ? അവിടുത്തെ അമാനത്തിലേക്ക് ചേർത്തിയിട്ടുള്ള ഏറ്റവും വലിയ സൽപ്പേര്. തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മുശ്രിക്കുകളടക്കം സൂക്ഷിക്കാൻ കൊടുത്ത സ്വത്ത് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹു അതിനു വേണ്ടി ദിവസം എടുത്തത് 3 ദിവസമാണ്. അത്രത്തോളം സാധനങ്ങൾ മുശ്രിക്കുകളും അല്ലാത്തവരും എല്ലാവരും സൂക്ഷിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് അൽ അമീന്റെ അടുത്താണ്. അതിൽ ദിർഹമുണ്ട്, ദീനാറുണ്ട്, രത്നങ്ങളുണ്ട്, മുത്തുകളുണ്ട്, പലതുണ്ട്.
വിലപിടിപ്പുള്ള പലതും ഉണ്ട്. 3 ദിവസം എടുക്കേണ്ടി വന്നു മക്കയിലുള്ള ആളുകളെ കണ്ടെത്താനല്ല, ഇത് വിതരണം ചെയ്ത് തീർക്കാൻ. അത് മുഴുവനും കൊടുത്തതിന് ശേഷമേ വരാവൂ എന്ന് അലി റളിയല്ലാഹുവിനോട് നിർദ്ദേശം കൊടുത്തിരുന്നു. എത്രത്തോളമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ആ അമാനത്തിന് എത്രമാത്രം വലിയ ബഹുമാനം ഉണ്ട്. സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചൊരു സ്വത്ത് ഭദ്രമായിട്ട് തന്നെ അത് നിൽക്കണം എന്നതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാം ചാഞ്ഞ് ചെരിഞ്ഞ് വീണുപോകാനായ ഒരു മതിൽ കെട്ട്, അതും ചെറിയൊരു മതിലല്ല, 500 മുഴം ഉയരമുള്ള വലിയൊരു വൻമതിലാണ്. അത് ഭദ്രമായ രൂപത്തിൽ, അവിടെ പൊളിയാത്ത രൂപത്തിൽ ഭദ്രമായി കെട്ടി നിർത്തിയത്, ഒരു വാങ്ങാതെ കെട്ടി നിർത്തിയത്. പാവപ്പെട്ട യതീമുകൾക്ക് അതിനടിയിൽ അവരുടെ പിതാവ് നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നിധിയുണ്ട്. ആ നിധി വേറെ ആരുടെയെങ്കിലും കയ്യിലെത്തിയിട്ട് പാവങ്ങൾക്കത് കിട്ടാതെയായാൽ വലിയ വിഷമം അല്ലേ? അത് വിചാരിച്ചാണ് ആ ചുമരിന്റെ പണിയെടുത്തത്. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما. ഈ മക്കൾക്ക് നല്ല പ്രായപൂർത്തിയും പക്വതയും വന്ന പ്രായമെത്തുമ്പോ ഉപ്പയുടെ സമ്പത്തിനെ പറ്റി അന്വേഷിക്കുമ്പോ ഇങ്ങനെ ഒരു നിധിയുണ്ട് എന്നറിയുമ്പോ അതെടുത്തുകൊണ്ട് സുന്ദരമായി ജീവിക്കണമെങ്കിൽ അത് സുരക്ഷിതമായി നിൽക്കണം. മതിൽ പൊളിഞ്ഞു വീണാൽ ആരുടെയെങ്കിലും കയ്യിലെത്തും. അവരോട് പോയി യതീമിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞാലും അത് കിട്ടില്ല. അതുകൊണ്ട് ആ അമാനത്ത് അങ്ങനെ തന്നെ നിൽക്കണം. അതിനാണ് അത്രയും വലിയ ഒരു മതില്, ഒരു 5 പൈസ 5 കാശ് പോലും കൂലി വാങ്ങാതെ ഏറ്റവും നല്ല സൗജന്യമായ ഖിദ്മത്തിലൂടെ പടുത്തുയർത്തിയത്. അമാനത്തിന്റെ മൂല്യം മനസ്സിലാക്കി തരാനാണ്. വൽ അമാനത്തു മഗ്നമാ, അമാനത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയാൽ വസ്സകാത്തു മഗ്റമാ, മൂന്നാമത്തെ അടയാളം സക്കാത്ത് കടബാധ്യതയായി മാറിയാൽ. മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഏറ്റവും പേടിക്കപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ അതാണ്. എത്രയോ ആളുകൾ ഈ അടുത്ത് മരണപ്പെട്ടതറിഞ്ഞപ്പോ വിഷയം പറയാൻ വേണ്ടി മക്കൾ അടുത്ത് വരുമ്പോ അവരോട് ചോദിക്കുന്നു, ബാപ്പക്ക് എന്തായിരുന്നു പണി? ബാപ്പക്ക് ഇന്നയും ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. സക്കാത്ത് കൊടുത്തിരുന്നോ? ഇല്ലേ, ഇല്ല. 10-25 കൊല്ലത്തെ സക്കാത്ത് കടബാധ്യതയായിട്ടാണ് ബാപ്പ മരിച്ചുപോയത്. നഊദു ബില്ലാഹ് വസ്സകാത്തു മഗ്റമാ. സക്കാത്ത് ഒരു കടബാധ്യത. നമ്മുടെ മുറാദുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു തുച്ഛമായി പാവങ്ങൾക്ക് നിശ്ചിത ആളുകളിലേക്ക് കൈമാറേണ്ടത് കടബാധ്യതയാണ്. ഡെപ്പോസിറ്റായി എല്ലാവരുടെ പക്കലും അധിക ആൾക്കാരുടെ പക്കലും സക്കാത്ത് കൊടുക്കേണ്ട തുകയുണ്ട്. പലർക്കും അതിന് അർഹതയുണ്ട്. അർഹതയുള്ളവർ ഓരോ വർഷം ഏറി വരികയാണ്. അക്കൗണ്ടിന്റെ എണ്ണവും അക്കൗണ്ടിൽ വരുന്ന വരവും കൂട്ടി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ കൊടുക്കേണ്ടത് ചെറിയൊരു തുക മാത്രമാണ്. അത് കടബാധ്യതയാണ്. കടമായത് ബാക്കി വെക്കരുത്, കറക്റ്റായത് കൊടുക്കണം. അതൊരു കടബാധ്യതയായി ബാക്കി വെച്ചാൽ നമ്മുടെ ഹസനാത്തിൽ നിന്നെടുത്ത് ആഖിറത്തിൽ കൊടുക്കേണ്ടി വരും. പകരമായി നിസ്കാരം കൊടുക്കേണ്ടി വരും, നോമ്പ് കൊടുക്കേണ്ടി വരും, ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടി വരും, ഹജ്ജും ഉംറയും കൊടുക്കേണ്ടി വരും. ഒന്നും ഇല്ലാത്തവനായി തുലഞ്ഞു നിൽക്കേണ്ടി വരും. കൊടുക്കേണ്ട ഹക്ക് കൊടുക്കണം. അത് അർഹരിലേക്കുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നേട്ടമാണ് തരുക. ഒരു നിലക്കും അതിനൊരു കുറവും അള്ളാഹു വരുത്തൂല. സക്കാത്ത് കൊടുക്കുന്നവർക്ക് എത്രയാണ് അള്ളാഹു വർദ്ധിപ്പിക്കുന്നത്? അള്ളാഹു നിശ്ചയിച്ച അത്രയും വർധനവ് അള്ളാഹു കൊടുക്കും. സക്കാത്ത് കൊടുക്കുന്നവരുടെ സ്വത്തും സമ്പാദ്യം കുറയൂല. അത് ഓരോ വർഷവും ഇങ്ങനെ വർധനവ് കിട്ടിക്കൊണ്ടിരിക്കും. ആ നിശ്ചിത ആ അളവ് അത് ആ അർഹരായ ആളുകളിലേക്ക് കൊടുത്തുകളെ ഓരോ വർഷവും. ഒരു വർഷം മടി തോന്നിയാൽ രണ്ടാമത്തെ വർഷം അങ്ങനെ ആവും. പിന്നെ കെട്ടിക്കണക്കിന് കുറെ അങ്ങോട്ടായാൽ ലാസ്റ്റ് ഒന്നായിട്ട് കൊടുക്കാന്ന് പറയും. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? മരിച്ച സമയത്തിന് ശേഷമുള്ള. മരിക്കുമ്പോ പിന്നെ അത് മക്കളിലേക്കും മറ്റും വരുമ്പോ അവരെങ്ങാനും സ്വത്തിനും കാര്യത്തിനും കൂടുതൽ ആവശ്യമുള്ളവരായാൽ ബാപ്പക്ക് ബാപ്പന്റെ ഹയാത്ത് കാലത്ത് കൊടുത്തുകൂടായിരുന്നില്ലേ? ഇൽമും തഖ്വയും ഇഖ്ലാസും അറിവൊക്കെ ഉണ്ടായിരുന്നല്ലോ, മൂപ്പരെന്തേ കൊടുക്കാതിരുന്നത്? ഇപ്പൊ അമ്മക്കുള്ള സ്വത്തല്ലേ, ഇനി അമ്മക്കാണ്ട് ഉപയോഗിക്കാന്ന് പറയും. അപ്പൊ കഴിഞ്ഞു.
അപ്പോഴും അത് കടാണ്. അത്രയും ഇഖ്ലാസുള്ള ആൾക്കാർ മക്കളൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കുന്നവരുള്ളൂ. ബാക്കിയുള്ള ഒരു അനൗൺസ്മെന്റ് വരും, ഈ മരിച്ച ആൾക്ക് എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഇന്ന ആൾക്കാരുണ്ട്, ഞാൻ ആരും പേര് പറയില്ല കാരണം പേരുള്ളൊരു ബുദ്ധിമുട്ടാണ്ട് ഇന്ന ആൾക്കാരുണ്ടാവും, അവരൊക്കെ ബന്ധപ്പെട്ടിട്ട് വീട്ടാന്ന് ഉസ്താദിനോട് അങ്ങനെ മസൂലിയത്ത് ഏൽപ്പിക്കും. അപ്പൊ ഉസ്താദ് അത് പറയും, ഓല് ഏൽപ്പിച്ച ഉസ്താദ് പറയണേ, ഉസ്താദിന്റെ വകയെ പറയില്ല, അങ്ങനെ മക്കളൊക്കെ ഒന്നിങ്ങനെ ഏൽപ്പിച്ചു ഉസ്താദെ അത് പറഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ ഉള്ളതുണ്ട് ചോദിക്കാൻ ഉസ്താദ് പറയും. ബാപ്പാക്ക് ഒരു അവകാശം അവിടെ ബാക്കിയുണ്ടായിട്ട് അതങ്ങനെ തന്നെ കടായി നിന്നു. മക്കളിലേക്ക് വന്നപ്പോ മക്കൾ ചിന്തിച്ചു ബാപ്പാക്കാണ് കൊടുത്തുകൂടെ, എന്തേ കൊടുക്കാതെ, നമുക്ക് എന്തെല്ലാം പണി പദ്ധതി ഉണ്ട്, അതിനെ തികയില്ല, ഇനി ഇതൊന്നും കൊടുക്കാം എന്നാവില്ല, അത് പിന്നെ കൊടുക്കാന്ന് പറയും. അങ്ങനെ നേർക്കുനേരെ അനുഭവം പലരിൽ നിന്നും ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരെയും കണ്ടിട്ട് ബാക്കി വെക്കരുത്. നമുക്ക് കൊടുക്കാനുള്ള സക്കാത്ത് നമ്മൾ തന്നെ കൊടുക്കും. ഒരു വർഷം നിങ്ങളിൽ ഒരാളെ കയ്യിൽ 1,00,000 രൂപ, ഞാൻ ചെറിയൊരു കണക്കാ പറയട്ടോ, 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം എന്നുള്ളൊരു വർഷം വരിക, ഞാൻ അതിന്റെ കണക്ക് ഇപ്പൊ പറയുന്നില്ല. 1,00,000 രൂപ ഒരാളെ കയ്യിൽ വന്നാൽ ചെറിയ ഒരു സംഖ്യയിലേക്ക് കൊടുക്കേണ്ടി ഉള്ളൂ. ഒരു 2.5%, 2,500 എന്ന് പറഞ്ഞാൽ 1,00,000 ചേർത്തി നോക്കുമ്പോ എത്ര ചെറുതാ. ഒരു 2,500 നമ്മൾ ഇങ്ങനെ ചുറ്റി പിടിച്ച് വിഷ്കണം. നമ്മളെ ഹക്കല്ലാഞ്ഞിട്ട് നമ്മൾ എന്തിനാത് വിഷ്കണ്? അത് നമ്മളെ കയ്യിൽ ഒരു കൊല്ലം അങ്ങനെ നിൽക്കലോടെ നമ്മളെ ഹക്കല്ല, അത് ആരാന്റെതാണ്. ഫക്കീർ, മിസ്കീൻ, കടക്കാരൻ അങ്ങനെ പറയുന്ന ആ വകുപ്പിൽപ്പെട്ട ആളുകൾക്കുള്ളതാണ്. അവരിലേക്ക് നമ്മൾ അങ്ങനെ കൊടുത്തോ, അല്ലാഹു തആല പറയുന്നത് വർധനവ് കിട്ടുന്നതാണ്. വമാ ആതീതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലൈക ഹുമുൽ മുളഇഫൂൻ. ഇരട്ടി 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 അല്ലാഹു തആല ഉദ്ദേശിച്ച അത്രയും ഇരട്ടി അല്ലാഹു തആല തരും, ഒരു കുറവുണ്ടാവും. പക്ഷെ ആ മേഖല അധികവും കടാണ്. അല്ലെ ചില ടൗണുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ തന്നെ ഒരു വർഷം ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ആ വർഷം ബിസിനസ് വർഷം അവസാനിക്കുമ്പോൾ ഒരു കൊല്ലമാകുമ്പോ അവിടെ ഡെപ്പോസിറ്റ് ഉള്ള വിൽപ്പനാ വസ്തുക്കള് മൊത്തം ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ ഒരു 25 ലക്ഷം, ചെറുതാ പറയണ്ട വലുതല്ല, 25 ലക്ഷം. വലിയ വലിയ മാർക്കറ്റുകളും വലിയ വലുതൊക്കെ ആണെങ്കിൽ കോടിയിലേക്ക് അങ്ങനെ പോകണം. അതൊക്കെ അവിടെ ബാക്കിയുണ്ട്. അതിന്റെ 2% കൊടുക്കുകയാണെങ്കിൽ അവരാ ഉദ്ദേശിച്ച ആളുകളിലേക്ക് അതിന്റെ വകുപ്പനുസരിച്ച് നീക്കുകയാണെങ്കിൽ എത്ര കണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കഴിയും, സാധു സംരക്ഷണത്തിന് കഴിയും, കടക്കാരുടെ കണ്ണീരൊപ്പാൻ കഴിയും, എത്ര കഴിയും. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഒരു ടൗണിലുള്ള ഒരു 10-25 ആള് തന്നെ കൊടുക്കുകയാണെങ്കിൽ, അവരവരെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എത്രയോ ആളുകളെ കണ്ണീരൊപ്പാൻ കഴിയും. അതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്, ഒരു ബാധ്യതയും കൂടിയാണ്. പക്ഷെ അത് കടമായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, പഠനം നടത്തപ്പെടുന്നു ദീനല്ലാത്തതിന് വേണ്ടി. ദീനിന് വേണ്ടി പഠനം നടത്തണം. ദീനല്ലാത്തതിന് വേണ്ടിയാണ് പഠനം നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? സ്ഥാനം കിട്ടാൻ ഒരു പഠനം, സമ്പത്ത് കിട്ടാൻ വേണ്ടി ഒരു പഠനം. ദീനിന് വേണ്ടിയാകണം പഠിക്കേണ്ടത്. ഏത് പഠനം നീ പഠിക്കുകയാണെങ്കിലും ദീനിന് അതുകൊണ്ട് ഉപകാരമുണ്ടാകണം. നമ്മുടെ ദീന് നിലനിൽക്കാൻ ആ പഠനം സഹായകമാകണം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സ്വന്തം ജീവിതത്തിൽ അത് പകർത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ കുടുംബങ്ങളിലേക്ക് താവഴികളിലേക്ക് പകർന്നു കൊടുക്കാനും ഉപകാരപ്രദമായ പഠനം നടത്തപ്പെടണം. പക്ഷേ പഠിപ്പിക്കപ്പെടുന്നത് അധികവും ഈ രൂപത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാകണം പഠനം നടത്തപ്പെടേണ്ടത്. മറ്റു മേഖലകളിലേക്ക് അത് തിരിയുന്നു. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് വിധേയപ്പെടുന്നു. ഭാര്യ എന്തു പറയുന്നു അത് ശരിയാണോ തെറ്റാണോ എൻകാതെ വേണ്ട രൂപത്തിൽ അനുസരിക്കുന്നു. നല്ല രൂപത്തിലാണോ ആരുടേതും അനുസരിക്കണം. അതൊരു ഭാര്യൻ്റെത് മാത്രം പിന്നെ എടുത്തു പറയാനില്ല. ഭാര്യ പറയുന്നയാളോട് എനിക്കെന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരികളുടെ കൂടെ
എനിക്ക് ഒരു ടൂറിന് പോകണം. അയാൾ ചോദിക്കുന്നു, ആരാ നേതൃത്വം? നേതൃത്വം നൽകാൻ ഞങ്ങളുടെ 4 നേതാക്കളുണ്ട്. ആ 4 പേരിൽ ഈ പെണ്ണിനെ നോക്കാനോ പരിരക്ഷിക്കാനോ ഒരു മഹറമും ഇല്ല. മുഴുവനും അന്യപുരുഷന്മാരാണ്. അന്യപുരുഷന്മാരോടൊപ്പം ആർമാദിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് ആർഭാടം നടത്തിക്കൊണ്ട് ഇഷ്ടം